ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ പുതിയൊരു വണ്ടിയോട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. ഇതാണ് ആ കിടക്കുന്ന മുതൽ എന്ന് പറഞ്ഞത്. ഗൈസ്, ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വണ്ടി തന്നെയാണ്. എല്ലാവർക്കും അറിയാമെന്ന് വെച്ചാൽ ഗൈസ് ഒരുമാതിരിപ്പെട്ടവർക്ക് അറിയാം. ഗൈസ്, ക്യാമറ താഴെ പോയി. ഓ ഷിറ്റ് ഗൈസ്, നമ്മുടെ ഡ്രോൺ പറത്തി വന്നപ്പോൾ അവിടെ കുഴിയായിരുന്നു, അങ്ങോട്ടങ്ങ് ഇറങ്ങിപ്പോയി. ഗൈസ്, എന്തായാലും കൊള്ളാം. ഗൈസ്, നമുക്ക് ഈ ഒരു വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുഗാട്ടി EB110 സൂപ്പർ സ്പോർട്സ് എന്നാണ് ഗൈസ് അവർ പറഞ്ഞത്. ഗൈസ് 1992 ആണ് ഗൈസ് ഈ ഒരു വണ്ടി ഇറങ്ങിയ മോഡൽ എന്ന് വെച്ചാൽ. ഗൈസ്, ഇത് ബുഗാട്ടിയുടെ പണ്ടത്തെ വണ്ടിയാണ്. ഗൈസ്, പണ്ടത്തെ വണ്ടിയാണ്. അതിനനുസരിച്ചുള്ള പവറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ, കാരണം അതിനനുസരിച്ചുള്ള നമ്മൾ പവർ ഗൈസ് ഈ ഒരു വണ്ടി കയറ്റിയിട്ടുണ്ട്. ഗൈസ്, എന്തായാലും കൊള്ളാം. ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല പവറുണ്ട്. നമ്മൾ ട്യൂണിങ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ വക ട്യൂണിങ് ആണ് ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കാൻ വേണ്ട, പവർ കാണുമായിരിക്കും. ഗൈസ്, നമുക്ക് നേരെ നമ്മുടെ ട്രാക്കിലേക്ക് പോകണം. ഇത് എത്ര കിലോമീറ്റർ സ്പീഡിൽ ഫുൾ കയറും നമുക്കറിയണം. ഗൈസ്, അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഗൈസ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് ഇതുപോലത്തെ ഓരോരോ വീഡിയോസ് കൊണ്ടുവരാനുള്ള ഒരു പവർ കിട്ടത്തുള്ളൂ. ഗൈസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഓരോരോ വീഡിയോസ് വന്നുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. ഗൈസ്, എന്തായാലും കൊള്ളാം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ഗൈസ്, ഏതെങ്കിലും വണ്ടിയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും. ഗൈസ്, ഈ ഒരു ഗെയിം കളിക്കാൻ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറയുക, നമുക്ക് ഒന്നിച്ച് കളിക്കാം. ഗൈസ്, നമുക്കിനി ഇവിടുന്ന് ഏകദേശം ഒരു 5.7 കിലോമീറ്റർ ഉണ്ട് പോകാൻ. ഗൈസ്, ചെറിയൊരു മഴയുണ്ട്. ആ ഒരു വൈപ്പർ, ആ ഒരു വെള്ളം അടിച്ച് കളയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗൈസ്, നമ്മുടെ വണ്ടിയുടെ ഗ്രാഫിക്സും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഗൈസ്, ഇതിലാകെ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് കുറച്ച് പേരെ കാണത്തുള്ളൂ, ഒരു 60 പേര്. അതും കഷ്ടിച്ച് ഫസ്റ്റ് മാത്രമേ എനിക്ക് ഒന്ന് കാണത്തുള്ളൂ തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് അത് എല്ലാവരും മാറ്റിക്കളയും. പിന്നെ ഞാൻ എന്തിനാണ് ഇത് ഇത്രയും പറയുന്നതെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് പ്ലീസ്. ഗൈസ്, ചില വീഡിയോക്കകത്തൊക്കെ 400 വ്യൂസൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ 200 ഉള്ളൂ. ഗൈസ്, അങ്ങനെ കുറേ വീഡിയോസ് ഉണ്ട്. ഗൈസ്, ചിലതിനകത്ത് ഏറ്റവും പണ്ടൊക്കെ ഇട്ട വീഡിയോസിനൊക്കെ 1K ഒക്കെ വന്നിട്ടുണ്ട്, എന്നിട്ടും ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. ഗൈസ്, ഈ ഒരു ചാനലിൽ നിന്ന് എനിക്ക് വലിയ വരുമാനങ്ങളും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല. വരുമാനമേ ഇല്ല ഗൈസ്. കാരണം 200 സബ്സ്ക്രൈബേഴ്സ് ഉള്ളതിനകത്തൊന്നും വരുമാനം തരാൻ അവന്മാർക്ക് തലയ്ക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി കൊണ്ട് അങ്ങോട്ട് പോകാം. ഗൈസ്, നേരെ ഗൈസ് നമ്മളിനി ഇവിടെ റൂട്ട് മാറ്റണം. ഗൈസ് ഇവിടെ നമ്മൾ ട്രാക്ക് അടിക്കുന്നില്ല. ഗൈസ്, നമ്മളിപ്പോൾ ട്രാക്കിൽ വന്നിട്ടുണ്ട്, പക്ഷേ നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ട്രാക്കാണ്, പക്ഷേ നമ്മൾ ആ ട്രാക്കിൽ കയറത്തില്ല. ഗൈസ്, നമ്മൾ വണ്ടി വെച്ച് വളഞ്ഞ വഴി കൂടെയാണ് ഗൈസ് പോകുന്നത്. അതുപോലെ വണ്ടിക്ക് കൺട്രോൾ ഇല്ലെന്ന് നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം. ഗൈസ്, ഈ ഒരു വണ്ടി കൊണ്ട് നമ്മൾ വളഞ്ഞ വഴി കൂടെയാണ് ഗൈസ് കൊണ്ടുപോകുന്നത്. വളഞ്ഞ വഴി നമ്മൾ കാരണം ഇച്ചിരി ടാസ്ക്കായിട്ടുള്ള വഴിയാണ് ഗൈസ്, ഇച്ചിരി പ്രശ്നമാണ്. പിന്നെ നമ്മുടെ വണ്ടിക്ക് കൺട്രോൾ ഇല്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ഗൈസ്, ഓക്കെ, നമുക്ക് ഇതുവഴി കയറേണ്ടി വരും. ഗൈസ്, ക്ഷമിക്കണം, ചെറിയൊരു പനിയുണ്ട്. ഗൈസ്, നമുക്ക് ഈ ഒരു ഓഫ് റോഡ് ഇതുവഴി കയറി പോകേണ്ടി വരും ഗൈസ്, ഉറപ്പായിട്ടും. ഓക്കെ ഗൈസ്, നമ്മുടെ കൂടെ തന്നെ ഒരു ഓൺലൈൻ പ്ലെയർ ഉണ്ട് ഗൈസ്. അവൻ ശരിക്കും ഒരു ഓൺലൈൻ പ്ലെയർ ആണ് ഗൈസ്. അതുകൊണ്ട് അവൻ്റെ കാടിൻ്റെ സൈഡൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു. ഗൈസ്, നമുക്കും അതൊക്കെ ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ പോകാൻ പറ്റും ഗൈസ്. എങ്ങനെ വേണേലും നമുക്കും പോകാൻ പറ്റും ഗൈസ്. ആർക്കും ഒന്നും ചോദിക്കാനും പറയാനും ഒന്നും ഇവിടെ ഒരു അവകാശമില്ല ഗൈസ്. ഇങ്ങനെയാണ് നമ്മൾ വണ്ടി ഓടിച്ചോടിച്ച് പഠിക്കുന്നത് ഗൈസ്. സ്റ്റിയറിംഗ് വീൽ ഉണ്ടായിരുന്നത് ഞാൻ പൊളിച്ചേനെ എന്നൊക്കെ പറയുന്നു. നമുക്ക് നോക്കാം ഗൈസ്. ഇനി ആ ഒരു സാധനം വാങ്ങാൻ പറ്റുമോ നോക്കണം ഗൈസ്. ആ ഒരു സാധനം ഗൈസ്, ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീൽ വാങ്ങുന്ന പൈസ ഉണ്ട് കുറച്ചുകൂടി ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ലാപ്ടോപ്പ് കൂടെ വാങ്ങാം. എന്നിട്ട് അത് വെച്ചിട്ട് കുറച്ചുകൂടെ നല്ല ക്വാളിറ്റിയിൽ വീഡിയോ ചെയ്യാനും പറ്റും ഗൈസ്. എന്താ പറയുക ഗൈസ്, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. നമ്മൾ പുതിയ നല്ല കിടിലൻ വീഡിയോസും നല്ല ക്വാളിറ്റിയിൽ ഗൈസ് വീഡിയോ വരും, നല്ല ക്വാളിറ്റിയിൽ. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലാപ്പിൻ്റെ പരമാവധി ഞാനിനി ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്ന ഒരു തുല്യമായിട്ട് ഈ ഒരു വീഡിയോ വരുന്നത് ഗൈസ്. കാരണം ഈ ഒരു ഗെയിം നമ്മൾ മിനിമം സിസ്റ്റം റിക്വയർമെൻറ്റിലാണ് കളിക്കുന്നത്. പിന്നെ നമ്മൾ ഗൈസ് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴും എൻ്റെ ലാപ്പിൻ്റെ പത വെളി വരും. അതും കഴിഞ്ഞിട്ടാണ് ഗൈസ് ഞാൻ ഇതെടുത്ത് മാക്സിമം ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി ഒരു ആപ്പിലിട്ട് അത് ഇട്ട് ചെയ്ത് ഏകദേശം ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ അതിനകത്ത് ഇട്ട് അത് കഴിഞ്ഞിട്ടാണ് ഗൈസ് നമ്മൾ ഈ സംഭവം എടുത്ത് അപ്ലോഡൊക്കെ ചെയ്യുന്നത് ഗൈസ്. അപ്പം എന്താ പറയുക, അതിനൊരു ഇതുണ്ട്, നല്ല ബുദ്ധിമുട്ട് വരും ഗൈസ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് പോവാം ഗൈസ്. ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറയാം ഗൈസ്. നമ്മുടെ തൊണ്ട അടച്ചിട്ടുണ്ട്, കാരണം നമുക്ക് ചെറിയൊരു പനിയുണ്ട് ഗൈസ്, ഞാൻ പറഞ്ഞല്ലോ. ഇനി ഗൈസ് നമുക്ക് ഇവിടെ നിന്നാണ് അങ്ങോട്ട് പോകേണ്ടത്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ വരെ വഴി ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇനി ഇവിടെ നമുക്ക്
അടുത്ത വഴി ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇനി ഏകദേശം ഇവിടെ നിന്ന് ഏകദേശം ഒരു 4.9 കിലോമീറ്റർ ഉണ്ട്. ചുരുക്കി പറഞ്ഞ ഒരു 5 കിലോമീറ്റർ കൂട്ടിക്കും ഗൈസ്. പിന്നെ നമ്മൾ ഓടിയത് കാരണം ചിലപ്പോൾ ഇച്ചിരി നേരത്തെ ചെല്ലും, ചിലപ്പോൾ അതിലും താമസിക്കും ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. നമ്മൾ ഏകദേശം 200 കിലോമീറ്റർ സ്പീഡിലാണ് ഈ ഒരു വഴി കൂടെ പോകുന്നത്. 260 ഗൈസ്. 300 കിലോമീറ്റർ ആയി കേട്ടോ. 300 കിലോമീറ്റർ സ്പീഡിലായി ഗൈസ്. 300 കിലോമീറ്റർ സ്പീഡിൽ കയറിയിട്ട് 84 കിലോമീറ്റർ കാണാം. ഏകദേശം ഒരു 400 കിലോമീറ്റർ സ്പീഡ് ഉണ്ടെങ്കിലേ അവിടെ ഫുൾ സ്റ്റാർ അടിക്കാൻ പറ്റുന്നുള്ളൂ ഗൈസ്. ഇവിടെ ഒന്ന് തിരിക്കണം ഗൈസ്. നമ്മുടെ ബുഗാട്ടിയുടെ ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ കൊള്ളാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമില്ല ഗൈസ്. പക്ഷേ ഈ റോഡിൽ മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് അടിപൊളിയാണ്. നമുക്ക് നൈസായിട്ട് വെള്ളമൊക്കെ തെറിപ്പിച്ച് ഓടിക്കാൻ പറ്റുന്നത് ഗൈസ്. നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല പവറായിട്ട് വരും ഗൈസ്. എനിക്കും പറയാലോ, നിങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഗൈസ് ഉറപ്പായിട്ട് നമ്മൾ പുതിയൊരു ഹൈ സ്പെക്ക് ലാപ്പ് വാങ്ങിച്ചിട്ട് നല്ല രീതിയിൽ ഗെയിം അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും ഗൈസ്. ഉറപ്പായിട്ടും കൊണ്ടുവരും, അതിന് യാതൊരു മാറ്റമില്ല. അന്ന് എൻ്റെ വീഡിയോസ് അടിപൊളിയായിട്ട് തന്നെ വരും. ഇന്ന് ഗൈസ് ഞാൻ എൻ്റെ ലാപ്പിനെ കൊല്ലാക്കൊല ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാരണം എൻ്റെ ലാപ്പൊക്കെ തിളയ്ക്കുകയാണ്. കീബോർഡിൻ്റെ സൈഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടില്ല ഗൈസ്, ഒന്നും പറയില്ല. ഞാനൊരു കൂളിംഗ് പാഡ് കൊണ്ടാണ് ഗൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഗൈസ്. നമ്മുടെ ഈ ഒരു വണ്ടി എന്ന് വെച്ചാൽ കൺട്രോളിൽ നിൽക്കുന്ന ഒരു സംഭവമല്ല, അതുകൊണ്ടാണ് ഗൈസ്. പിന്നെ നമ്മുടെ ഈ റോഡിൻ്റെ സൈഡിലെല്ലാം വെള്ളം ഇങ്ങനെ നൈസായിട്ട് കിടപ്പുണ്ട്. കാരണം ഒറിജിനൽ നമ്മൾ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റോഡിൽ കിടക്കുന്ന പോലെ തന്നെയാണ് ഇതിലും കിടക്കുന്നത് ഗൈസ്. ഭയങ്കര വളഞ്ഞ വഴിയാണ് ഗൈസ്. ഇത് എനിക്ക് തോന്നുന്നില്ല ഒരു കറക്റ്റ് ഇതിൽ കൂടെ തന്നെ നമുക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഗൈസ് എന്താ പറയുക, ഇത്ര വലിയ വളവിൽ കൂടെ ഒക്കെ പോകാമെന്ന് നല്ല ലാഗ് പിടിച്ചൊരു പരിപാടിയാണ്. എപ്പോഴാണെന്ന് അറിഞ്ഞില്ല ഗൈസ് എൻ്റെ മൈൻഡ് മാറുന്നത്. അപ്പോൾ നമ്മൾ അങ്ങ് കാട്ടിക്കൂടൊക്കെ ഒന്ന് പോകാനിരിക്കും. പക്ഷേ ഗൈസ് അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഏകദേശം അടുത്തെത്തിയെന്നാണ് ഗൈസ് പറയാനുള്ളത്. ഗൈസ് ഇനി നമുക്ക് മാപ്പും കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് അറിയാവുന്ന വഴിയാണെന്ന് തോന്നുന്നു ഗൈസ് ഇത്. എന്തായാലും ഗൈസ് നമ്മൾ അടുത്തെത്തി കേട്ടോ. ഇവിടെ ഒന്ന് റൈറ്റ് പോയിട്ട് നമ്മൾ നേരെ ഇല്ലെന്ന മറ്റേ റിംഗ് റോഡിലേക്കാണ് ഗൈസ്. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് നേരെ ട്രാക്ക് ഗൈസ്, അത് നമ്മൾ പൊളിക്കും കേട്ടോ. ട്രാക്ക് ഇത് എത്ര കിലോമീറ്റർ സ്പീഡ് കയറുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സൂപ്പർ സ്പോർട്സ് എന്നൊക്കെയാണ് പറഞ്ഞത്, എന്തോ ആണെന്ന് ആർക്കറിയാം. നമുക്ക് ഇനിയും ചെല്ലുമ്പോൾ അറിയാം ഗൈസ്, അവിടെ ചെല്ലുമ്പോൾ അറിയാം സൂപ്പർ സ്പോർട്സ് ആണോ അല്ലയോ എന്ന് ഒക്കെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അറിയാം. ഓക്കെ ഗൈസ് നമുക്ക് ഇങ്ങോട്ട് ഓക്കെ ഗൈസ് ഇങ്ങോട്ട് ഇനി അങ്ങോട്ട് പോവാം. ഓക്കെ ഗൈസ് നമ്മൾ ഏകദേശം നമ്മുടെ ട്രാക്കിലോട്ട് വന്നിട്ടുണ്ട്. ഏകദേശം അല്ല ഗൈസ്, ഇതാണ് നമ്മുടെ ട്രാക്ക് എന്ന് പറയുന്നത് ഗൈസ്. ഇതാണ് നമ്മുടെ ആ ഒരു ട്രാക്ക് എന്ന് പറയുന്നത് ഗൈസ്. സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ട് നോക്കുക, അടിപൊളിയാണ്. നമ്മളെ വണ്ടിയുടെ സ്റ്റിക്കറും കാര്യങ്ങളും എനിക്കിഷ്ടപ്പെട്ടു. സീനൊന്നും ഇല്ല, എനിക്കിഷ്ടപ്പെട്ട സ്റ്റിക്കർ തന്നെയാണ് ഇത് ഗൈസ്. ഇതാണ് നമ്മുടെ ട്രാക്ക് ഗൈസ്. ഇനി ഇവിടെ നിന്നാണ് കളി തുടങ്ങും ഗൈസ്. ഈ വണ്ടി സ്പീഡോമീറ്റർ ഉണ്ട്, കൊള്ളാം, ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ മറ്റേ ബുഗാട്ടി ചീറോണൊക്കെ ഇല്ല, അതിൻ്റെ കൂട്ടത്തെ ഒരു ടൈപ്പേല് ഗൈസ്. ഇത് പണ്ടത്തെ ആയതുകൊണ്ടായിരിക്കും, പക്ഷേ രസമുള്ള ഒരു സ്പീഡോമീറ്റർ അല്ല. ഒരു അവിടെ സ്പീഡോമീറ്ററിന് ആ ഒരു മീറ്ററും കാര്യങ്ങളും വരുമ്പോൾ വേറൊരു എഡീഷൻ പോലെ ഗൈസ്. എന്തായാലും കൊള്ളാം. നമുക്കിനി നേരെ വണ്ടി അങ്ങോട്ട് എടുക്കാം. ഓക്കെ ഗൈസ് ഫസ്റ്റ് ഗിയർ 100 എങ്ങാണ്ട് ഗൈസ്. തേർഡ് ഗിയർ 238 ഗൈസ്. ഫോർത്ത് ഗിയർ 300 ഗൈസ്. ഫിഫ്ത്ത് ഗിയർ ഇപ്പം നോക്കാം ഗൈസ്. ഫിഫ്ത്ത് ഗിയർ 262 അല്ല 264 ഗൈസ്. സിക്സ്ത് ഗിയർ ഏകദേശം 390 ഗൈസ്. 400 അടിച്ചിട്ടുണ്ട് കേട്ടോ, വണ്ടി 400 അടിച്ചു. 420 ഗൈസ്. 433 4 5 6 7 ഗൈസ്. 437 കിലോമീറ്റർ സ്പീഡ് കയറി കേട്ടോ നമ്മുടെ വണ്ടി ഗൈസ്. എനിക്ക് തോന്നുന്നു ഇതാന്ന് തോന്നുന്നു ടോപ്പ് സ്പീഡ് ഇപ്പോൾ വന്നേക്കുന്നത്. എൻ്റെ ഗ്യാരേജിൽ എനിക്ക് തോന്നുന്നു ടോപ്പ് സ്പീഡ് ഇതിനാണ് തോന്നുന്നു ഗൈസ്. കാരണം എൻ്റെ സുപ്രയ്ക്ക് ഗൈസ് ഏകദേശം 420 30 അങ്ങോട്ട് തുടക്കം മാത്രമേ ഉള്ളൂ. സീറോന് ഏകദേശം ആ ഒരു സൈഡൊക്കെ തന്നെ ആയിരുന്നു ഗൈസ്. 437 എനിക്ക് തോന്നുന്നു ഇതിന് തന്നെയാണെന്ന് തോന്നുന്നു ഗൈസ്. നമ്മുടെ ഈ ഒരു വണ്ടി കിഡിലനായിട്ട് തന്നെ ജയിച്ചു ഗൈസ്. നമ്മൾ വീണ്ടും 400, അതായത് 400 നിന്ന് ഇറങ്ങി 200 വരെ വന്നിട്ട് ഗൈസ് നമ്മൾ വീണ്ടും 400 എത്തിയിട്ടുണ്ട്. അയ്യോ വണ്ടി ജയിച്ചു ഗൈസ്.
ഗൈസ് എന്തായാലും കൊള്ളാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഗൈസ് ഫ്രണ്ട്സൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് വരിക ഗൈസ്, ഈ ഒരു ഗെയിം എൻ്റെ കൂടെ കളിക്കാൻ വരിക. നമുക്ക് ഒന്നിച്ച് കളിക്കാം ഗൈസ്. നമുക്ക് എന്നിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഇടാം ഗൈസ്. എന്തായാലും കൊള്ളാം. നമുക്ക് അങ്ങോട്ട് ഇത് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും കൊള്ളാം. ഓക്കെ, ബായ്.